ഹലോ, ഇത് കുക്കറിൽ നമുക്ക് എങ്ങനെ എളുപ്പത്തിൽ നെയ്ച്ചോറ് ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. നല്ല മയത്തിൽ ഒട്ടി പിടിക്കാതെ തന്നെ നമുക്ക് കുക്കറിൽ നല്ല പെർഫെക്റ്റായിട്ട് തന്നെ നെയ്ച്ചോറ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിനായിട്ട് കുക്കറിലേക്ക് അല്പം സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യോ ഡാൽഡയൊക്കെ യൂസ് ചെയ്യാം. ഞാനിവിടെ വെറും ഓയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. എന്നിട്ട് എണ്ണയൊന്ന് ചൂടാകുമ്പോൾ അതിലേക്ക് സ്പൈസസ് ഇട്ട് കൊടുക്കുക. ഏലക്ക, ഗ്രാമ്പൂ, പട്ട ഇതൊക്കെ ഒന്ന് ചൂടായി പൊട്ടി വരുമ്പോൾ അതിലേക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള ഒരു സവാളയുടെ പകുതിയെ ഞാൻ എടുത്തിട്ടുള്ളൂ. അതും കൂടെ ഉള്ളിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയിട്ടെടുക്കുക. ഇപ്പോൾ ഇതാ സവാള അത്യാവശ്യം ഒന്ന് ബ്രൗൺ കളറായി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ കഴുകി വെള്ളം ഊറ്റി വെച്ച അരിയാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഞാൻ 2 കപ്പ് അരിക്ക് 3 കപ്പ് വെള്ളമാണ് മൊത്തം ഒഴിച്ചിട്ടുള്ളത്. അതായത് 1 കപ്പ് അരിക്ക് 1.5 കപ്പ് എന്ന തോതിലാണ് കേട്ടോ വെള്ളം എടുത്തിട്ടുള്ളത്. ഞാനിവിടെ 2 കപ്പ് എടുത്തുകൊണ്ട് തന്നെ 3 കപ്പ് റൈസ് വെള്ളം ഇതിലേക്ക് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ അരി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. തീ നമ്മളൊന്ന് മീഡിയം ഫ്ലെയിമിലാക്കി കൊടുക്കണം ഈ നേരത്ത്. ഇതുവരെ നമ്മൾ ഹൈ ഫ്ലെയിമിലാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കുക. ഒരു ഇളക്കുമ്പോൾ നമുക്കൊരു കിലുകില് പറഞ്ഞ ശബ്ദം ഇങ്ങനെ കേൾക്കാൻ തുടങ്ങും. അതാണ് ഇതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത്. ആ ടൈം എത്തുമ്പോൾ നമ്മൾ അതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കണം വേണ്ടത്. ഇതിപ്പോൾ ഇതാ അതുപോലെ ആയിട്ടുണ്ട്. ഇതാ നിങ്ങൾക്ക് കാണിച്ചു തരുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. തമ്മിലൊട്ടി പിടിക്കാതെ ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആ തിളച്ച് വെച്ചിട്ടുള്ള വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ തീയൊന്ന് ഇനി ഹൈ ഫ്ലെയിമിലിട്ട് കൊടുക്കുക. ഇതുവരെ നമ്മൾ മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഒന്ന് ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അതൊന്ന് തിളച്ച് വരുന്നവരെ വെയിറ്റ് ചെയ്യുക. തിളച്ച് വരാനൊന്നുമില്ല, കാരണം നമ്മൾ തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ തിളച്ച് വരും. അപ്പോൾ അത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പ് വെച്ചിട്ടൊന്ന് അടച്ച് കൊടുത്ത് ഒന്ന് വേവിച്ചിട്ടെടുക്കുക. ഞാനിവിടെ ഹൈ ഫ്ലെയിമിൽ 2 വിസിലാണ് അടുപ്പിച്ചിട്ടുള്ളത്. മീഡിയം ഫ്ലെയിമിലാക്കി കൊടുത്താൽ നമ്മുടെ ചോറ് അടി പിടിക്കും. അതുകൊണ്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ 2 വിസിലടിച്ചതിന് ശേഷം അതിൻ്റെ എയറൊക്കെ ഒന്ന് പോയതിന് ശേഷം നമുക്ക് കുക്കർ തുറന്ന് നോക്കാം. അപ്പോൾ അതാ ചോറൊക്കെ നല്ല സൂപ്പറായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊരു കയ്യിൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ ഒന്ന് മിക്സാക്കി എടുക്കാം. ഇത് നമ്മൾ ഇതിനേക്കാളും ബെറ്റർ വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഇളക്കി കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് ചൂടാറി കിട്ടുകയും ചെയ്യും. നല്ല എന്താ പറയുക, മിനുസായിട്ടുള്ള മയത്തിലുള്ള ചോറിന് നമുക്ക് കിട്ടും. അതൊന്ന് ഒട്ടും തന്നെ കട്ട പിടിക്കാതെ നമുക്ക് നല്ല പെർഫെക്റ്റായിട്ട് തന്നെ നമ്മൾ ചോറ് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് വേറെ പാത്രത്തിലേക്കൊന്നും മാറ്റി കൊടുക്കുന്നില്ല. ഈ ടൈമിൽ തന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കശുവണ്ടിയും മുന്തിരിയും ഉള്ളിയൊക്കെ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. എനിക്കതിനോട് താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ ഇങ്ങനെ തന്നെയാണിത് സെർവ് ചെയ്യുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതുവരെ ആരും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് ഇടുകയും ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്ക് ഷെയറും കൂടി ചെയ്യണം.